വിശന്ന് വലിഞ്ഞു നിൽക്കുന്നവന്റെ മുമ്പില് വരുന്ന ഭക്ഷണം ദൈവമാണ്. അത് ഹലാലാണോ ഹറാമാണോ നല്ല നോക്കിയ ഒരു മാസം മറുപടിയാ. അല്ല, നീ നോമ്പെടുക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നോമ്പെടുത്ത് വാങ്ങി വിളിക്കുന്ന സമയത്ത് ഉമ്മ ഇത് ഹലാലോ ഹറാമോന്നോ ചോദിക്കല്ലേ വാരി വിഴുങ്ങുകയോ ചെയ്യാ. അതിന് കഴിക്കാൻ പാടില്ലാന്ന് മീൻ സ്വയം തലതള്ളി ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീൻ എടുത്ത് പുറത്തെടുത്ത സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്? അതുകൊണ്ട് പറയട്ടെ, ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വ്യാജ കൃഷ്ണഭക്ത എന്ന പേരിൽ കേരളത്തിൽ കുപ്രസിദ്ധി നേടിയ ആളാണ് നമ്മുടെ ജസ്ന സലീം. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഇസ്ലാം അല്ല എന്ന് ജസ്ന സലീം തന്നെ അടുത്തിടെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തട്ടം ഉപേക്ഷിച്ചു. ഒന്നുമല്ലാത്ത രീതിയിലുള്ള ജീവിതമാണ് ഇപ്പോൾ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്ലാമിനെ കുറിച്ചും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ചും എല്ലാം അഗാധമായ പാണ്ഡിത്യത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ കാണാൻ വേണ്ടി സാധിച്ചു. അതിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന മനുഷ്യനും അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്തൊക്കെയാണ് ജസ്ന സലീം എന്ന് പറയുന്ന മതപണ്ഡിത അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. പക്ഷെ ഞാൻ അറിയാൻ ഈ ഹലാൽ ഹറാം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ ഇസ്ലാം മതത്തിലാണ് അത് പ്രധാനമായിട്ടുള്ളത്. അതിനെങ്ങനെ നോക്കി കാണുന്നത്? എനിക്കങ്ങനെ വിശന്ന് വലിഞ്ഞു നിൽക്കുന്നവന്റെ മുമ്പില് വരുന്ന ഭക്ഷണം ദൈവമാണ്. അത് ഹലാലാണോ ഹറാമാണോ നല്ല നോക്കിയ ഒരു മാസം മറുപടിയാ. അല്ല, നീ നോമ്പെടുക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നോമ്പെടുത്ത് വാങ്ങി വിളിക്കുന്ന സമയത്ത് ഉമ്മ ഇത് ഹലാലോ ഹറാമോന്നോ ചോദിക്കല്ലേ വാരി വിഴുങ്ങുകയോ ചെയ്യാ. അപ്പോൾ ജസ്ന പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ജസ്ന ആങ്കറോട് ചോദിക്കുകയാണ്, നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വിശന്നിരിക്കുന്ന സമയത്ത് മുന്നിൽ കിട്ടിയത് ഹലാലാണോ ഉമ്മ എന്ന് ചോദിച്ചിട്ടാണോ ഭക്ഷണം കഴിക്കുക, വാരി വിങ്ങുകയല്ലേ ചെയ്യുക എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ മറ്റൊരു ചിരിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, രണ്ട് മരവായകൾ തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. കാരണം മതത്തെക്കുറിച്ച് രണ്ടു പേർക്കും യാതൊരു വിവരവുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായിട്ടും ജസ്നയോട് എനിക്ക് പറയാനുള്ളത്, നോമ്പ് തുറക്കുന്ന സമയത്ത് 100% ഹലാലായ ഭക്ഷണം കൊണ്ട് മാത്രമേ നോമ്പ് തുറക്കുകയുള്ളൂ. അല്ലാതെ ഒരു ഗ്ലാസ് ബ്രാൻഡിയോ വിസ്കിയോ ഒന്നും ഉപയോഗിച്ച് ആരും നോമ്പ് തുറക്കാൻ വേണ്ടി പോകുന്നില്ല. അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് പന്നി ഇറച്ചിയൊന്നും ആരും ആ സമയത്ത് കഴിക്കാനും പോകുന്നില്ല. തീർച്ചയായിട്ടും 100% ഹലാലായ ഭക്ഷണം മാത്രമേ നോമ്പ് തുറക്കുന്ന വേളയിൽ വിളമ്പുകയുള്ളൂ എന്ന് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ജസ്നയ്ക്ക് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ജസ്നയും ഈ ആങ്കറും മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഹലാലും ഹറാമുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഹറാമുണ്ട്. നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഹലാലും ഹറാമുമായ ഭക്ഷണമുണ്ട്. അതുപോലെ തന്നെ പലിശ ഇസ്ലാം ഹറാമാക്കിയ ഒരു കാര്യമാണ്. അത് വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം ഹറാമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് വ്യഭിചാരം, അത് ഹറാമാണ്. മറ്റൊരു കാര്യത്തിൽ പറഞ്ഞാൽ സ്വർണം പുരുഷന്മാർ ധരിക്കൽ നമുക്ക് അനുവദനീയമല്ല, അത് സ്ത്രീകൾക്ക് മാത്രമാണ് അനുവദനീയമായത്. അതുപോലെ തന്നെ ഭക്ഷണത്തിലാണെങ്കിൽ മൂത്രമോ അല്ലെങ്കിൽ ചാണകമോ തെളിച്ചതായ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കൽ തെറ്റാണ്. അതുപോലെ തന്നെ പന്നി വിൽക്കുന്ന ഒരു ഹോട്ടലാണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെ ബാക്കിയുള്ള ഭക്ഷണങ്ങളും നമ്മോട് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ ഹലാലും ഹറാമും ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിലായാലും തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം ഇസ്ലാം ഹലാലും ഹറാമും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ആങ്കർ തീർച്ചയായിട്ടും ജസ്ന സലീമിനെ ഓർമ്മിപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൽ അഗാധമായ പാണ്ഡിത്യമൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അതിനെക്കുറിച്ച് യാതൊരു മറുപടിയും പറയുന്നത് കണ്ടില്ല. അതാണ് സംഭവം. പക്ഷെ ഇത് മതം പിടിച്ചിട്ട് വേറെ അത് സ്വർഗത്തിലേക്കുള്ള പാതയാക്കി എടുത്തതാണ്. തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഹറാമായത് കഴിക്കില്ല, ഹലാലായത് കഴിക്കും. ഞാൻ ഇതുവരെ ഹറാമ് കഴിക്കാൻ, നമുക്കിപ്പോ ഹറാമെന്ന് പറയാൻ ഇപ്പൊ പന്നിയിറച്ചിയാണ് എന്റെ അറിവിലുള്ളത്. എനിക്ക് അപ്പോൾ ജസ്ന സലീം പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ജസ്ന സലീമിന് അറിയുന്ന ഹറാമായ മൃഗം എന്ന് പറയുന്നത് ഈ പന്നി മാംസം മാത്രമേ ഉള്ളൂ എന്നാണ്. ജസ്നയോട് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു പന്നിയെ മാത്രമല്ല കഴിക്കൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പല്ലി, അതുപോലെ തന്നെ നീർമഞ്ചൽ, അതുപോലെ തന്നെ കഴുകൻ, അതുപോലെ തന്നെ തേനീച്ച, അതുപോലെ തന്നെ നായ, പന്നി, കുരങ്ങ്, അതുപോലെ തന്നെ കാട്ടിലെ വലിയ മൃഗമായ നമ്മുടെ ആനയെ നമുക്ക് കഴിക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ എലി, അതിനെ നമ്മൾ ഭക്ഷിക്കൽ ഹറാമാണ്. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ നമുക്ക് ഹലാലും അതുപോലെ തന്നെ ഹറാമുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ രണ്ടു പേർക്കും ഞാൻ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് തീരെ ഒന്നും അറിയാത്ത ഒരു കാര്യമാണ്. പക്ഷേ അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിന് ഗുരുവായൂർ പോയി റീൽസ് എടുത്തതിനെ പറ്റിയും അവരുടെ റീൽസ് ചിത്രീകരണത്തിനെ പറ്റിയും എല്ലാം ചോദിച്ചാൽ മതിയായിരുന്നു. ഇത്തരം കാര്യങ്ങളെ ചോദിച്ച് ഉത്തരം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ അദ്ദേഹം
തടി തപ്പുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞതുപോലെ ഉസ്താദുമാരെ നെഞ്ചത്തേക്കിട്ട് കയറുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്ക് അതിനോട് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതുകൂടി കേൾക്കാം. ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ ഹലാലല്ലാത്ത ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലാന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലി ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീൻ എടുത്ത് പുറത്തെടുത്ത സമയത്ത് ആ ചാവല്ലേ ചെയ്യുന്നത്? അതിനല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്? അതുകൊണ്ട് പറയട്ടെ, ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊയ്യാമാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നത്? സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു ഈ പിടിച്ചു കഴിഞ്ഞാണല്ലോ അത് പിടിച്ചോ കഴിഞ്ഞോ എന്നല്ല, അല്ലെ അവരത് അതിന്റേതായിട്ടുള്ള രീതിയിൽ കോയിനെയും പോത്തിനെയും അത് അവര് അതിന്റേതായിട്ടുള്ള. പക്ഷെ അതിന്റെ ഒരു കാര്യമുണ്ട്, ഈ രക്തവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഇതുണ്ട്. അതായത് നമ്മൾ ഈ അടിച്ച് കൊല്ലുന്നതും തലക്കടിച്ച് കൊന്നു കഴിയുമ്പോൾ ഉള്ള രക്തം അതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ല, അതിനെ പറഞ്ഞ മീനിന് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ള എന്തോ അങ്ങനെ എന്തോ സംവിധാനം ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള പഠനം അറിയത്തില്ല. മീനിന് നീ യഥാർത്ഥത്തിൽ കണ്ടിട്ടുണ്ട്, നിനക്ക് തന്നെ മനസ്സിലാവും. അത് ആ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് വരുമ്പോൾ അത് തല്ലി തന്നെയാണ് ചാവുന്നത്. അതിന്റെ വാലും തലയും ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടാണ് അത് മരിക്കുന്നത്. അപ്പം ഈ ചത്തുപോകല്ലേ ചെയ്യുന്നത്? ഈ പറയുന്ന മൂല്യമാർ എന്തിനാണ് അങ്ങനെ കഴിക്കുന്നത്? ഈ ഒരു ചോദ്യം കുറെ കാലം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ ഒരുപാട് ഉസ്താദുമാരെടുത്തിട്ട് അലക്കാറുണ്ട്, ഇവള് കൃഷ്ണനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഈ അലക്കുന്ന ഉസ്താദുമാർക്ക് യൂട്യൂബ് ചാനൽ പറ്റും, അന്യ സ്ത്രീകളെ കാണാൻ പറ്റും, അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഉസ്താദുമാരെ ഞാൻ വെല്ലുവിളിക്കും. ഇതിനുള്ള മറുപടി അവർ തരേ. അപ്പോൾ ജസ്ന സൈമിന് വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്, ഇസ്ലാമിൻ്റെ കാര്യത്തിൽ 2 കാര്യത്തിൽ നമുക്ക് ഒഴിവുകൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് മാംസമാണ്, രണ്ടാമത്തത് അറബിയിൽ ജറാദ് എന്ന് പറയും, വെട്ടുകിളിയാണ്. ആ 2 കാര്യങ്ങളും ചത്തു കഴിഞ്ഞാലും നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്, അത് നമുക്ക് ഹലാലാണ് എന്ന് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കടലിൻ്റെ കാര്യത്തിൽ വെള്ളത്തിൽ ജീവിക്കുന്ന തവള ഒഴികെയുള്ള മറ്റ് മത്സ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഞണ്ടിൻ്റെ കാര്യത്തിൽ എല്ലാ ഞണ്ടുകളും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. 2 ഞണ്ടുകളുണ്ട്. ഒന്ന് കടലിൽ ജീവിക്കുന്ന ഞണ്ടാണ്, അതിനെ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ ഞണ്ട് എന്ന് പറയുന്നത് കടലിലും അതുപോലെ തന്നെ കരയിലും ജീവിക്കുന്ന ഞണ്ടുകളുണ്ട്, അതിനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയില്ല. തീർച്ചയായിട്ടും ഈ മത്സ്യവും അതുപോലെ തന്നെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമുക്ക് കരയിൽ ഉള്ള ജീവികൾ ചത്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി പാടില്ല, അത് ഹറാമാണ്. കാരണം അതിൻ്റെ ശരീരത്തിലുള്ള രക്തങ്ങൾ പെട്ടെന്ന് തന്നെ കോശങ്ങളിലേക്ക് വ്യാപിക്കാനും അതുപോലെ തന്നെ അണുബാധ ഉണ്ടാകാനും, അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷ്യത്തിൽ ഇൻഫെക്ഷൻ വരാനും അതുപോലെ തന്നെ ആമാശയത്തിൽ കുടലുകളിൽ വലിയ രീതിയിലുള്ള സൂക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ ശാസ്ത്രം തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ജസ്ന സലീമിനോട് പറയാനുള്ളത്, ജസ്ന സലീമിൻ്റെ ഉപ്പയും അതുപോലെ തന്നെ ഉപ്പയുടെ ഉപ്പയും അതിനേക്കാട്ടിലും മുമ്പിലെ ഉപ്പയും എല്ലാം ഉണ്ടാവുന്നതിന് എത്രയോ വർഷം മുന്നേ തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന ജസ്നയും ആങ്കറും മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇന്നോ ഇന്നലോ എഴുതി പിടിപ്പിച്ചതല്ല, അത്രയ്ക്ക് ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന രീതിയിലുള്ള ഈ തെളിവുകളും ഈ കാര്യങ്ങളുമെല്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആനിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനുള്ള ഉദാഹരണം ഖുർആനിൽ തന്നെയുണ്ട്. അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാതെ പോയതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം അതിന് മറുപടി കൊടുക്കാതെ പോയത്. അത് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഇതിലുള്ള ഒരു സംശയ നിവാരണം ജസ്നക്ക് വന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത്തരം കാര്യത്തിലൊക്കെ തീർച്ചയായിട്ടും 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ മദ്രസയിൽ പഠിക്കുന്ന സാധാരണ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു തരും ഇതാണ് അതിനുള്ള ഉത്തരം. അല്ലാതെ ഇത്തരം കാര്യത്തിന് ജസ്ന സലീം ഉസ്താദുമാരെയൊന്നും വെല്ലുവിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ മുസ്ലിം ചെറുപ്പക്കാർക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൽ അറിവുകളുണ്ട് എന്ന് ഞാൻ വിനീത പുരസ്സരം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം ഇൻ്റർവ്യൂകൾ എടുക്കുന്ന സമയത്ത് ഇത്തരം ആൾക്കാരോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇസ്ലാമിനെക്കുറിച്ചും മതപരമായ കാര്യങ്ങളെക്കുറിച്ചും ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പാടില്ല. കാരണം നിങ്ങൾക്ക് അത്തരത്തിൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത്തരം ക്വസ്റ്റ്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിട്ട് ബാക്കിയുള്ള സിനിമാ മേഖലയുള്ള ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ മതം മാറുന്ന ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുരുവായൂർ റീൽസ് ചിത്രീകരണമായിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നതാണ് എന്തുകൊണ്ടും ഉത്തമമെന്ന് വിനീതമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.